ഹലോ ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മംഗ്ലീഷ് എന്നുള്ള ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് ബേസിക് ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ നമ്മൾ സംസാരിക്കാൻ പോവാണ്. അപ്പം നമ്മൾ എല്ലാവരോടും പറയും നിങ്ങൾ ബേസിക് ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ വായിക്കണം, അതിന് പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെ. സോ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ആൻഡ് ഡെയിലി നമ്മൾ ആവശ്യമുള്ള കുറച്ച് സെൻറ്റൻസുകളാണ്. സോ നമ്മൾ നെയിമും ഏജും അഡ്രസ്സൊക്കെ നമുക്കതൊക്കെ മാറ്റി വെക്കാം. ലെറ്റ്സ് ഡു സംതിങ് ഡിഫറെൻറ്റ്. ഓക്കെ, അപ്പം ഞാനിവിടെ ഒരു സെൻറ്റൻസ് പറയും, അത് സ്പീഡിൽ എങ്ങനെ പറയണം എന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ടാവും ആ സെൻറ്റൻസ്. സോ ട്രൈ ടു റിപ്പീറ്റ് ആഫ്റ്റർ മീ. അത് തന്നെ നമുക്ക് ആദ്യം തന്നെ ചെയ്യാം അല്ലേ. ക്യാൻ യു റിപ്പീറ്റ് ആഫ്റ്റർ മീ? ഞാൻ പറയുന്നതന്നെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? ക്യാൻ യു റിപ്പീറ്റ് ആഫ്റ്റർ മീ? Can you repeat after me? Can you repeat after me? നമ്മൾ പറയുന്നത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? നമ്പർ 2, ഐ ബെഗ് യുവർ പാർഡൺ എന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യം കേട്ടു, നമുക്കത് മനസ്സിലായില്ല, നമ്മൾ എന്ന് ചോദിക്കുന്നതിന് പകരം ഐ ബെഗ് യുവർ പാർഡൺ നമ്മൾ ചോദിക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് പാർഡൺ എന്ന് മാത്രം പറഞ്ഞാലും മതി. ഐ ബെഗ് യുവർ പാർഡൺ. ഐ ബെഗ് യുവർ പാർഡൺ. ഐ ബെഗ് യുവർ പാർഡൺ. ഒന്നുകൂടി ഒന്ന് പറഞ്ഞു നോക്കാം. ഒരു കാര്യം കേട്ടിട്ട് എന്ന് പറയുന്നതിന്റെ പകരമാണ് ഈ സെന്റൻസ്. നമ്പർ 3, സോ വാട്ട്സ് ന്യൂ വിത്ത് യു? നമ്മൾ എക്സൈറ്റഡ് ആയിട്ട് ചോദിക്കുകയാണ്, നിങ്ങളുടെ എന്താണ് പുതിയത്, അല്ലെങ്കിൽ എന്തൊക്കെയുണ്ട് വിശേഷം എന്നതിന്റെ പകരമാണ് ഇത്. സോ വാട്ട്സ് ന്യൂ വിത്ത് യു? വാട്ട്സ് ന്യൂ വിത്ത് യു? ഹേ വാട്ട്സ് ന്യൂ വിത്ത് യു? ഹായ് ഗുഡ് മോർണിംഗ്. അങ്ങനെ എപ്പോഴും നമ്മൾ ഗുഡ് മോർണിംഗ് പറയുമ്പോൾ വോയിസ് അയക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത് തന്നെ, ഈ ഒരു എക്സൈറ്റ്മെന്റ് തന്നെ വേണം, വിത്ത് എക്സൈറ്റ്മെന്റ്. അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് അങ്ങനെ പറയുമ്പോൾ ഒരു സുഖമില്ല, ട്രസ്റ്റ് മീ, ഒരു സുഖമില്ല. അടുത്തത്, സോ വാട്ട് ഡിഡ് യു ഹാവ് ഫോർ യുവർ ബ്രേക്ക്ഫാസ്റ്റ്? സോ വാട്ട് ഡിഡ് യു ഹാവ് ഫോർ യുവർ ബ്രേക്ക്ഫാസ്റ്റ്? വാട്ട് ഡിഡ് യു ഹാവ് ഫോർ യുവർ ബ്രേക്ക്ഫാസ്റ്റ്? സോ വാട്ട് ഡിഡ് യു ഹാവ് ഫോർ യുവർ ബ്രേക്ക്ഫാസ്റ്റ്? ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് കഴിച്ചു? സോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്നുള്ളതിന് എങ്ങനെയാ പറയാം? ഐ ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഐ ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. അടുത്തത്, ക്യാൻ ഐ ടേക്ക് എ ഡേ ഓഫ്? ഒരു ദിവസം ഒരു ലീവ് എടുക്കാൻ പറ്റുമോ എന്നുള്ളതിനെ ചോദിക്കാം. അല്ലെങ്കിൽ ഒരു ദിവസം എനിക്ക് ലീവ് വേണം എന്നുള്ളതിനെ നമ്മൾ പറയണം. ക്യാൻ ഐ take a day off? Can I take a day off? Can I take a day off? അടുത്തത്, നിങ്ങൾ അവൈലബിൾ ആണോ എന്ന് ചോദിക്കാൻ എല്ലാവർക്കും ആർ യു ദേർ, ആർ യു ദേർ, ആർ യു ദേർ എന്നല്ലാതെ വേറെന്തൊക്കെ പറയാം? ആർ യു അവൈലബിൾ ടുഡേ? ആർ യു അവൈലബിൾ ടുഡേ? ആർ യു അവൈലബിൾ ടുഡേ? ലാസ്റ്റ് വൺ, ഏത് ടൈമിലാണ് നിങ്ങൾക്ക് ഫ്രീ? ഇന്ന ടൈമിൽ നിങ്ങൾ ഇന്ന കാര്യം ചെയ്യാം നമ്മൾ ചോദിക്കണം, ഏത് ടൈമിലാണ് ഫ്രീ? നമ്മൾ എങ്ങനെ ചോദിക്കാം? വിച്ച് ടൈം ഇസ് ഫീസിബിൾ ഫോർ യു? 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 നിങ്ങളുടെ ടൈം സ്ലോട്ട് എന്താണ്? ടൈം സ്ലോട്ട് എന്ന് വെച്ചാൽ ടൈമിൽ ഏത് ടൈമിലാണ് നിങ്ങൾ ഫ്രീ? ടൈം സ്ലോട്ട്. ഓക്കെ, സോ ഇങ്ങനെയുള്ള കുറച്ച് സെന്റൻസുകൾ ഞാൻ എൻ്റെ വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഓരോ സെന്റൻസ് കഴിയുമ്പോൾ നിങ്ങൾ പോസ് ചെയ്യും, എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, സോ എനി ഡൗട്ട്സ് ജസ്റ്റ് കമന്റ് ബിലോ. ഓക്കെ.